So guys, Sri here. നമുക്ക് let's talk about this 48 laws of power. എനിക്കറിയാം ഇൻ്റർനെറ്റിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും എല്ലായിടത്തും എന്താ മാസ്റ്റർ മാനിപ്പുലേഷൻ. നിങ്ങൾക്ക് മാനിപ്പുലേഷൻ പഠിക്കണോ, നിങ്ങൾക്ക് ബിസിനസ് സെയിൽസ് പഠിക്കണോ, എന്ത് പഠിക്കണമെങ്കിൽ ഈ ബുക്ക് റെക്കമെൻഡഡ് ആണ്. ബട്ട് ജെനുവിൻലി ഞാൻ ഇതിൻ്റെ വലിയ പുസ്തകം മേടിച്ചു. ഓൾമോസ്റ്റ് 500 പേജസ് വരും. അതിനകത്തെല്ലാം ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ പേജസിനകത്ത് എനിക്ക് നോട്ട്സ് ഉണ്ട്. സോ യു ക്യാൻ സീ ഞാൻ എൻ്റെ ഡ്യൂ ഡിലിജൻസ് എടുത്തത് വായിച്ചു. ആൻഡ് ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? ആദ്യമേ എനിക്ക് ഇതിന് മുന്നേ പറയാനുള്ള ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഓതറിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ആൻഡ് റോബർട്ട് ഗ്രീൻ ഇസ് ആക്ച്വലി നല്ലോണം എഴുതാൻ അറിയുന്നൊരു മനുഷ്യനാണ്. പുള്ളി എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം കൂടെ, ഇതുപോലത്തെ ടെക്സ്റ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ ആലോചിപ്പിക്കും. ഇതൊരു സൈക്കോളജിയെ കുറിച്ചാണ്, മാനിപ്പുലേഷനെ കുറിച്ചാണ്, പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കഥ വായിച്ചിരിക്കുന്നതിനാണെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ഡോട്ട്സ് കണക്ട് ചെയ്തതല്ലേ നിങ്ങൾക്ക് ഈ ബുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അങ്ങനെയുള്ള ഒരു ഡയലക്റ്റിനെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ബോറിംഗ് അല്ലാതെ ഇച്ചിരി എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഓതറിന് നല്ല കഴിവുണ്ട്. ദാറ്റ് ഈസ് അപ്രീഷിയേറ്റബിൾ. രണ്ടാമത്തെ സംഭവം എനിക്ക് വേറെ സംഭവം തോന്നി, ഇതുപോലത്തെ ഈ സെറീബ്രൽ എന്നത് ബുദ്ധി ഉപയോഗിച്ച് എഴുതുന്ന ടെക്സ്റ്റ്, ഞാൻ ഫിക്ഷനെ കുറിച്ചല്ലേ പറയുന്നത്, മാനിപ്പുലേഷൻ, പവർ, മണി, സബ് കോൺഷ്യസ് പവർ, അതിനെക്കുറിച്ച് പൊളിറ്റിക്സ്, ഇതിനെക്കുറിച്ചെല്ലാം എഴുതുന്ന ഓതേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയത് മിക്കതും ജൂയിഷ് പാരൻസാണ്. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് എനിക്ക് തോന്നി. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബുക്ക് 48 laws of power. വായിച്ചുള്ളവരുടെ മനസ്സിൽ ആദ്യമേ വരുന്ന നെവർ ഔട്ട് ഷെയിൻ ദ മാസ്റ്റർ. ഐ എം നോട്ട് ട്രൈങ് ടു. സോ എങ്ങനെയുണ്ട് ബുക്ക് റെക്കമെൻഡഡ് ആണോ, ഹൈലി വാല്യുബിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് എ മസ്റ്റ് റീഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും വായിച്ചിരിക്കുന്ന പുസ്തകം ഒന്നും ഞാൻ പറയത്തില്ല. ഇത് പ്യുവർലി നിങ്ങൾ ഇമോഷണൽ ബീയിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ആ വില്ലനാർക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പവർ, ഒരു മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ വരിക. ആൻഡ് നിങ്ങൾക്ക് എപ്പോഴും തോന്നണം ഐ വോണ്ട് ബി ദ ആൽഫ, എനിക്കിവിടുത്തെ മെയിൻ ക്യാരക്ടർ ആവണം, എനിക്കിവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആവണം, പോയിന്റ് ആവണം. അത് നോട്ട് ഇൻ എ ക്രീപ്പി മാനർ. എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം അവിടെ എത്തണം, എൻ്റെ ഗോൾസ് എല്ലാം എത്തണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്ക്. യു ആർ എ ഹൈ അച്ചീവർ. നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ കഷ്ടപ്പെടാനും പണിയെടുക്കാനും യു ആർ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻറ്റ്. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പറയാം ദിസ് ഈസ് എ മസ്റ്റ് റീഡ്. എന്തുകൊണ്ടാണ് മസ്റ്റ് റീഡ് എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരുപാട് ലോസ് ഭയങ്കര വാല്യുബിളാണ്. ആൻഡ് ഈ 450 പേജുള്ള ബുക്ക് തന്നെ മസ്റ്റ് റീഡ് ആണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോ. ഇതിന് മറ്റേ ചെറിയ സ്കെയിൽ ഡൗൺ വേർഷൻ ഉണ്ട്, അതിനകത്ത് എന്തുവാ ലോ എന്ന് പറഞ്ഞിട്ട് ലോ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് വായിച്ചുക മതി. അല്ലാതെ ഈ 450 പേജിനകത്ത് ഇത് പകുതി ഇതിനകത്ത് ഹിസ്റ്ററിനെ കുറിച്ച്. അപ്പോൾ പുള്ളി ഒരു ലോ പറയും, ഒരു ലോ പറഞ്ഞതിന് ശേഷം ആ ലോ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിനെ കുറിച്ച് പറയും. ഇതിനകത്ത് എങ്ങനത്തെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. എപ്പോഴും ലോ ഓഫ് റെസിപ്രോസിറ്റി എന്നാണ് അതിന് പറയണേ. ഐ എം നോട്ട് ഷുവർ ഐ എം റൈറ്റ്. ഞാനത് കട്ട് ചെയ്യത്തുമില്ല, കാരണം ഈ വീഡിയോസിൽ അല്ലെങ്കിൽ ഈ ചാനലുള്ള എല്ലാ വീഡിയോസിലും ഒറ്റ ലെങ്തിൽ എനിക്ക് പോകണം, കാരണം എൻ്റെ നെറേറ്റീവ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ആ ലോസിനകത്ത് പറയുന്നത്, നിങ്ങളൊരു ആളുടെ അടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ സബ് കോൺഷ്യസ്ലി അയാൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ എപ്പോഴേലും അയാൾക്ക് താങ്കളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പറയണത്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം തോന്നി. ഈ 48 laws of powerനകത്തൊരു ഡൈനാമിക്സ് കാണിച്ചു തരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനും വി ആസ് എ സബ്സ്ക്രൈബർ, നമ്മൾ രണ്ടുപേരും സംസാരിക്കുക. അപ്പം ബ്രോ ഹായ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനിപ്പം കൈയൊക്കെ തന്നു എന്നെക്കുറിച്ച് പറയാം. വിഘ്നേഷ്, ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട്, ടെക് ചാനലാണ് എൻ്റെ മെയിൻ. അതേപോലെ ഞാൻ ഒരു അക്രഡിറ്റഡ് പെർഫ്യൂമറാണ്. ഞാൻ അത്യാവശ്യം എന്ന് രാവിലെ ഡിസിപ്ലിനായിട്ട് ജിമ്മിൽ പോവും, ഞാൻ ബോക്സ് ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഹോബീസ് ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് അൾട്രാ മാരത്തോണൊക്കെ ഓടുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചെന്ന് വെച്ചോ. വാട്ട് യു തിങ്ക്? ഇവൻ കൊള്ളാം, കുഴപ്പമില്ല, നല്ലൊരു കിടിലമായാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇവനെ കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ഉണ്ടെന്ന്. ഞങ്ങൾ ഇമോഷണലി കണക്റ്റ് ആകില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു അത്യാവശ്യം വലിയൊരു മനുഷ്യനാണ്, പക്ഷെ ഇമോഷണൽ കണക്ഷൻ വരത്തില്ല. ഇമോഷണൽ കണക്ഷൻ വരണമെങ്കിൽ ഞാൻ നേരെ ആ സൈക്കോളജി തിരിച്ചിട്ടെന്ന് വെച്ചു, ബ്രോ നിങ്ങളെ കുറിച്ച് പറ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചു, അത് വലിയ കാര്യമാണല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി എന്നെക്കാട്ടിയും വലിയ മനുഷ്യൻ നിങ്ങളാകുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച നിങ്ങൾക്ക് ആ ഇമോഷണൽ കണക്ഷൻ വരും. നിങ്ങളുടെ വാലിഡേഷൻ എന്നിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് യു വിൽ തിങ്ക് മീ ആസ് എ ട്രൂ ഫ്രണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ ഒരുപാട് ഡീപ്പ് സൈക്കോളജിക്കൽ സീക്രറ്റ്സിനെയൊക്കെ കുറിച്ചാണ് ഈ ബുക്ക് ഒരുപാട് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ എങ്ങനെയുള്ള റീഡേഴ്സാണ് ഈ ബുക്കിനെ കുറിച്ച് വായിക്കേണ്ടതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോളേജസിലാണെങ്കിൽ വായിക്കണം, നിങ്ങൾ കോർപ്പറേറ്റ്സിൽ ഒരു ലൈഫ് എൻട്രി ചെയ്യാൻ പോകണമെങ്കിൽ വായിക്കുക,
സൈക്കോളജിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു വില്ലൻ ആർക്ക് വരണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു അപ്ഗ്രേഡ് ചെയ്യണം, യു ആർ വില്ലിങ് ടു സാക്രിഫൈസ് യുവർ ലോവർ സെൽഫ് ടു അപ്പർ സെൽഫ്. അതാരാ പറഞ്ഞതെന്ന് അറിയാമെങ്കിൽ ഡോക്ടർ ജോർഡൻ ബി പീറ്റേഴ്സൺ. പുള്ളിക്കാരൻ്റെ ആവക്കണ്ടല്ലോ, ആ നിങ്ങൾ ലോവർ സെൽഫിനെ തന്നെ അപ്പർ സെൽഫിനോട്ട് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ റീഡ്. ഉറപ്പായിട്ട് വായിച്ചിരിക്കുന്ന ബുക്കാണ്. പക്ഷേ ഓവർ ദ ഹൈപ്പ്, ഈ ഹൈപ്പ് എല്ലാം മാറ്റി വെക്കുക. ഈ ഹൈപ്പിനുണ്ടാ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയാൻ പോവാ, ശരിക്കും ഇതിനകത്ത് ലോസ് ഒക്കെ പറഞ്ഞേക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് എന്തോരം പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. ഒരുപാടൊന്നും പ്രാക്ടിക്കൽ ഇല്ല, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു വ്യൂ പോയിന്റ് കിട്ടും. ഓരോ സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാ. വായിക്കുവാണെങ്കിൽ ഗൈസ് ഡെഫിനറ്റ്ലി നിങ്ങൾ നോട്ട്സ് എഴുതി തന്നെ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ബുക്കിനകത്തോട്ട് എഴുതി വെക്കുക. കാരണം ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി ഒരു ഗോർജിയസ് പീസ് ഓഫ് ലിറ്ററേച്ചറാണ്. അതിൻ്റെ ഉപരി ഒരു പവർ ഹൗസ് ഓഫ് സൈക്കോളജിയും കൂടാണ്. സോ ഗൈസ്, ശ്രീ ഹിയർ. എനിക്ക് ഇത്ര ഈ ബുക്കിനെ കുറിച്ച് പറയാനുള്ളൂ. നല്ലൊരു റീഡാണ്. നിങ്ങൾ ഏർലി ടീൻസ് തൊട്ട് നിങ്ങൾ ലേറ്റ് 30s 40s വരെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വായിക്കാൻ പറ്റുന്നൊരു ബുക്കാണ്. പക്ഷേ ഉള്ള കാര്യം പറഞ്ഞാൽ ഭയങ്കര കിടലും ബുക്കാണെന്ന് ഞാൻ പറയത്തില്ല, ഒരു നല്ലൊരു റീഡാണ്. നിങ്ങൾക്ക് സൈക്കോളജി അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പോകണമെങ്കിൽ ഇതൊരു നല്ല ബിഗിനർ തന്നെയാണ്. ഇനി അടുത്ത റിവ്യൂ നമ്മൾ മാസ്കുലിൻ പെർഫ്യൂംസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് മിക്സ്ഡ് എക്സ്പെക്ടേഷൻസും ഒപ്പീനിയൻസും ഒക്കെ മാസ്കുലിൻ പെർഫ്യൂമിനെ കുറിച്ച് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ ഗൈസ്, ശ്രീ ഹിയർ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ഇനിയുള്ള ബുക്ക് വാച്ചസ് പെർഫ്യൂംസ്. അങ്ങനെ വാച്ച് വീഡിയോ എന്തെങ്കിലും ചെയ്യണം. ബൈ.